ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. കുറേ കാലമായി ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് എപ്പോഴും സെൽഫി ക്യാമറയല്ല എടുക്കുന്നത്, ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തത് കുറേ കാലമായി. എന്തുകൊണ്ടറിയ അപ്പോൾ ഗായ്സ് കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ മോൾ വശത്തുള്ളപ്പോഴത്തേനും കുറേ പേര് അതെന്താ അങ്ങനെ ഇട്ടത് ഇങ്ങനെ ഇട്ടത് താഴത്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെയാൾ മൊത്തത്തിൽ കാണിക്കാൻ പാടും, ഒരുപാടൊന്നും കാണാനില്ല, ചെറുതായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ കാർ ഷെഡ്. നമ്മുടെ കാറിൻ്റെ അല്ല, നമ്മുടെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ കാർ ഷെഡ്. നടുവിൽ കൂടെ ഇതുപോലെ ഒരു ചാല് പോകുന്നുണ്ട്, റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മൊത്തത്തിൽ ഇതാണ് കേട്ടോ. ഇപ്പോഴത്തെ വീടിൻ്റെ ചേഞ്ചിൻ്റെ എല്ലാം അത്താണി താടനാണ് അല്ലേ, ഫുൾ പ്ലാൻ ഏട്ടൻ്റെ ആണ്. ഇപ്പം ഈ ഗേറ്റ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഈ ഗേറ്റൊക്കെ താട്ടൻ ഇങ്ങനെ, പക്ഷേ രസമായല്ലേ താട്ടന് ഗേറ്റൊക്കെ സെറ്റ് ചെയ്തത്, നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്തു. അപ്പം നമുക്ക് അവിടെ ഒരു വലിയ ഗേറ്റും ഇവിടെ ചെറിയ ഗേറ്റാണുള്ളത്, നമുക്ക് ചെറിയ ഗേറ്റ് കൊടുക്കാം. എന്തോ താട്ടം എടുത്തു തന്നില്ലേ, കേടുവേ എടുത്തു കൊടുക്ക്, ആ ഗേറ്റ് കൂടെ തുറന്നെടുത്തോ. ഓക്കെ ചെല്ലുമ്പോൾ അമ്മ എടുത്തുതരാം. അപ്പോൾ ഗൈസ് ഇവിടെ തന്നെ നമ്മുടെ മല്ലു ഫാമിലി എഴുതിയിട്ടുണ്ട്. എഴുതുന്നത് പൊടിയാണ്. യെസ്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് മല്ലു ഫാമിലിന്ന്. ഓക്കെ, അത് പേര് എഴുതിയിട്ടുണ്ട്. ഇവന് ഞാൻ ഈ വണ്ടി നിറക്കി കൊടുക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. എടുത്തോ ഉണക്കിയോ. പിന്നെ നമുക്കിത് ഇവിടെ ഒരു മുറ്റമുണ്ട്, ആ മുറ്റത്തിന്റെ പകുതിയായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ ഇട്ടിട്ടുണ്ട് അല്ലേ, അപ്പൊ ഞങ്ങള് പൂൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ബോക്സ് ഇരിക്കണല്ലേ വിഷുവിന് കൊണ്ടുവന്ന പടക്കവും ഈ സ്വിമ്മിംഗ് പൂളും ഭയങ്കര ബോക്സ് ആണെങ്കിൽ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ഇന്ന് താട്ടൻ ഞങ്ങളെ പറപ്പിക്കും. ഇപ്പൊ നമ്മുടെ മുറ്റത്ത് നിന്ന് കയറുമ്പോ താട്ടൻ ഇവിടെ ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ട്. കുട്ടികൾ ഇറങ്ങി പോകാത്തോണ്ട് അത് പട്ടി കയറായിരിക്കാനോ എന്തിനാന്നറിയില്ല, എന്താണ് പക്ഷെ കാര്യം നല്ല അല്ലേ. എന്തായാലും കൊള്ളാം, താട്ടന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. പിന്നെ കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിൽ ഇത് എവിടെ ഇങ്ങനെ ഒരു സെറ്റിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ടീ പോയി ഇട്ടിട്ടുണ്ട്. പിന്നെ രസമായി അല്ല, ഞങ്ങൾ താട്ടൻ ഇത് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല ഭംഗിയായി. ഞങ്ങൾ തന്നെ പറഞ്ഞില്ലേ, വീട് മൊത്തത്തിൽ മാറി. ഇതിന്റെ രാത്രിത്തെ ഒരു ലുക്ക് കാണാനും നല്ല ഭംഗിയാട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, മുകളിലായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് കാണാനല്ലേ, എന്തൊക്കെയാന്ന് പറഞ്ഞാലും. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഇതിന് മുന്നേ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ, അങ്ങനെ എടുത്തു പറയാൻ വലിയ മാറ്റങ്ങളുണ്ടെന്നല്ല. പിന്നെ ഇവിടെ നമ്മൾ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് വാഷ് ബേസിൻ ഉണ്ടായിരുന്നു, ചെറുതായിരുന്നു തോന്നുന്നു അല്ലേ. അവിടെ നമ്മൾ വലിയൊരു വാഷ് ബേസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മിററും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ അതിവിടെ ഇതുപോലെ ഒരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കായിട്ട് ഇവിടെ ഒരു സെറ്റിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു ബെഞ്ചായിരുന്നു, ആ ബെഞ്ചാണ് നമ്മൾ മുകളിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ ഇട്ടിട്ടില്ലേ ആ ബെഞ്ച്. അപ്പൊ അത് അവിടെ ഇങ്ങനെ. പിന്നെ ഇവിടെ ഇത് പറയട്ടെ, ഈ സഞ്ചി റേഷൻ പീടിയിൽ പോയിട്ട് അരി വാങ്ങിക്കൊള്ളുന്നത്, അപ്പൊ ആൾക്കാർ ഇവിടെ വൃത്തിയാക്കുക. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങനെ ഡോറൊന്നും ഉണ്ടായിരുന്നില്ല, പുതുതായിട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ കിച്ചണിൽ ഇവിടെ മുകളിൽ ഉണ്ടായിരുന്ന കബോർഡുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഈ കബോർഡ്സ് ഒന്നും ഇല്ലായിരുന്നു, ഇതെല്ലാം നമ്മൾ പുതുതായിട്ട് വെച്ചതാണ്. മൊത്തം കബോർഡും പുതുതായിട്ട് വെച്ചതാണ്. ഇതൊക്കെ താഴത്തും ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വെച്ച കബോർഡാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഡോർ അടച്ചേക്കല്ലേ, ഈ സൈഡിൽ തന്നെ പോവാല്ലേ. ഓക്കെ, ഈ സൈഡിൽ നിന്ന്. അപ്പൊ ഈ കിച്ചണിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു റൂമാണ്. ഈ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇച്ചിരി അലങ്കോലായിട്ട് തന്നെ കർട്ടൻ മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനത്തെ കർട്ടൻ ആക്കിയിട്ടുണ്ട്. പിന്നെ റൂം നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് റൂമുകൾ അങ്ങനെ ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോ ഞാൻ കിടക്കുന്ന റൂമാണ്. ഞാൻ മാത്രമല്ല, ഞാൻ കിടു, അമ്പുടു, സുന്തി രാത്രി 2-2:30 വരെ ഞങ്ങളെല്ലാവരും ഈ റൂമിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ റൂമിന്റെ കോല ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ റൂം അമ്മ വരാട്ടാ. പിന്നെ ഇവിടെ ഈ കബോർഡിനൊക്കെ നമ്മൾ അതുപോലെ ഡോർ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ റൂമിൻ്റെ ഒരു ഇത്. ഇവിടെ കട്ടിലും ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ അലമാരയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിലൊക്കെ, അതൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂമിൽ ഇത് അമ്മയുടെ കട്ടിലും ഇതിവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഈ ഒരു അലമാര നമ്മൾ മാറ്റിയിട്ട് പുതിയ അലമാര ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കാൻ ഇവിടെ തന്നെയാണ് വിളക്ക് വയ്ക്കുന്നത്. ഈ റൂമിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അയ്യോ ഈ കബോർഡിന് ഇത് വെച്ചിട്ടില്ല, അടപ്പ് അപ്പുറത്തേനെ വെച്ചേക്കണം തോന്നുന്നു അല്ലേ. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് ഏട്ടൻ്റെ അടുത്തമ്മയുടെ റൂമാണ്. ഇതൊക്കെ ഇപ്പോൾ പ്രൊമോഷൻ വന്ന സാധനങ്ങളും
കുട്ടികളിപ്പോൾ കിടന്നതും മുകളിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് വെച്ചൊക്കെ തുണിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കണ്ടാൽ തോന്നും ഇത് മൊത്തം ഒറ്റയ്ക്കാണ് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അല്ല, ഇത് വേറെയും ഇത് വേറെയാണ്. ഇത് കുട്ടികളുടെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കണ്ടോ, അയ്യോ ഇവിടെ എടുത്തും പുതപ്പ് പോയിട്ട് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഈ അലമാരയ്ക്ക് നല്ല പഴക്കമുണ്ടായിരുന്നു. ഇവിടെ ഏട്ടന് കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിയ അലമാരയാണിത്. 8 വർഷമായി അല്ലേ ഈ അലമാര. കറക്റ്റ് ഷാർപ്പ് വരെ കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടെ കുറേ കുപ്പി, സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ. ഇത് എൻ്റെ കുപ്പിയല്ലേ പച്ച കളറുള്ളത്? ഇത് ഇതും ഇതൊക്കെ കൂടെ ഇവിടുന്ന് മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുക. അതോ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുക എന്തോന്ന് അപ്പുറത്തേക്ക്. അപ്പോൾ നമ്മുടെ 2 സൈഡിലും, അതായത് 4 സൈഡിലും ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പോർഷനിലേക്കും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ അപ്പുറത്തേക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ സ്വിമ്മിംഗ് പൂള് നല്ല വലിപ്പം ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു 5-6 ആൾക്കാർക്ക്, 7 പേർക്ക്. ഇപ്പോൾ കിടു അമ്പടു, ഞാൻ എടുത്തമ്മ താട്ടൻ, പിന്നെയും വേണേൽ 2 പേർക്ക് കയറാം. അങ്ങനെ 5-8 ആൾക്കാർക്ക് ഇതിൽ ഇരിക്കാനും കളിക്കാനും ഉള്ളൊരു സ്പേസ് ഈ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. ഇത് നമുക്കിതിന് ഇതിന് 5000 വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലും വില കുറഞ്ഞതും ഉണ്ട് കേട്ടോ. ഇതിനേക്കാളും വില കുറഞ്ഞതും 5 ഫീറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് 10 ഫീറ്റിൻ്റെ ആണ്. ഇതിൻ്റെ 5 ഫീറ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എവിടെ കൊടുക്കും? ഞാൻ ഷോർട്സ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ലിങ്ക് കൊടുക്കും. ഇതിൽ വ്ളോഗിന് ഇങ്ങനെ ലിങ്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അറിയുമെങ്കിൽ ഞാനിങ്ങനെ കൊടുക്കാം കേട്ടോ. കുട്ടികൾ ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കേട്ട് ഏട്ടൻ എന്തിനാ പോകണമെന്ന് അറിയില്ല. അങ്കമാലി പോയിരിക്കണം, അതാണ് വണ്ടികളൊന്നും ഇല്ലാത്തതിൽ. അപ്പോൾ അപ്പോൾ അവരവരുടെ യൂണിവേഴ്സിലാണ് കഴിച്ച്. നമുക്കപ്പോൾ ഇനി ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. അപ്പോൾ എടുത്തമ്മ അവിടെ ഇരിപ്പുണ്ട്, ചോദിക്കട്ടെ ജിമ്മിൽ പോലെ. എടുത്തമ്മ ജിമ്മിൽ പോവാ, റെഡി ആവല്ലേ? എവിടെ പോവാ? ഈ താത്തേക്ക് മോളിക്ക് ഇറങ്ങി നിന്ന് പോണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ജിമ്മിൽ പോകാൻ റെഡി ആവട്ടെ. ഞങ്ങൾക്ക് ജിമ്മിൽ സ്വഭയായി. AC ഇരിക്കുന്നതാണ് എന്ത് സുഖം. മാസത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. അപ്പം അത്രേ ഉള്ളൂ. അതായിരുന്നു ലാസ്റ്റ് റൂം. അത്രേ ഉള്ളൂ നമ്മുടെ റൂമിന്റെ ഒരു. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ റൂമുകളിലേക്ക് വന്ന ചേഞ്ചസ് ഒക്കെ അതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ റൂമിന്റെ മൊത്തം വ്യൂ, രാത്രിത്തെ വ്യൂ ഇന്ന് രാത്രി ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തിട്ട് നാളത്തെ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മേളിലെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാര്യം മേളിൽ ഓൾറെഡി ഞാനിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മേളത്തെ വീഡിയോ ആഡ് ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ വീടിന് വരുത്തിയ ചേഞ്ച് കേട്ടോ.